ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. അല്ലേ ACP, ഈ വാള് നമ്മൾ എങ്ങനെ സൂക്ഷിക്കും? വല്ല കള്ളന്മാരോ വന്നാലോ എന്ന് കാർത്തിയോട് മീനാക്ഷി ചോദിക്കുമ്പോൾ കാർത്തി പറയുകയാണ്, അതിനല്ലേ എൻ്റെ റിവോൾവർ ഉള്ളത്. ആരെങ്കിലും ഇതെടുക്കാൻ വന്നാലേ അവരെയൊക്കെ വെടിവെച്ച് ഞാൻ താഴെയിടും. ഇതിപ്പോ തൽക്കാലം നീ എവിടേക്കെങ്കിലും എടുത്ത് സേഫായിട്ട് വെക്കാൻ കാർത്തി മീനാക്ഷിയോട് പറയുന്നു. അതേസമയം ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് മൈഥിലി. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് നന്ദിനി കാർത്തിയെയും മീനാക്ഷിയെയും വിളിക്കുന്നതാണ്. രാജലക്ഷ്മി അമ്മയും കൈമളും കൂടി രാമേശ്വരത്തേക്ക് യാത്ര തിരിക്കുന്നതാണ് കാണിക്കുന്നത്. അതേസമയം ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന മൈഥിലി പെട്ടെന്ന് തന്നെ വൈശാഖിനെ വിളിക്കുകയാണ്. എടാ, കിളവനും കിളവിയും കൂടി രാമേശ്വരത്തേക്ക് പോയി. എടി, ഇതൊരു ഗുഡ് ന്യൂസ് തന്നെയാണല്ലോ. ബാക്കി ഏർപ്പാടെല്ലാം ഞാൻ ഇപ്പം തന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് വൈശാഖ് കോള് കട്ട് ചെയ്യുകയാണ്. തുടർന്ന് വൈശാഖ് പറയുകയാണ്, ഞാനൊന്നും ചെയ്യണ്ട, ആ ഇന്ദ്രജയെ വിളിച്ച് കാര്യങ്ങൾ അറിയിച്ചാൽ മതി. അത്രയും പറഞ്ഞുകൊണ്ട് വൈശാഖ് ഇന്ദ്രജയെ വിളിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഇന്ദ്രജ കോള് കട്ട് ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. നന്ദിനിയുടെ ഫോണിലേക്ക് ഇന്ദ്രജയുടെ ആൾ വിളിക്കുകയാണ്. രാജലക്ഷ്മി അമ്മയും കൈമളും സഞ്ചരിച്ച കാറ് ആക്സിഡന്റ് ആയെന്നും അവരിപ്പോ സെന്റ് മേരീസ് ഹോസ്പിറ്റലിലാണ് ഉള്ളതെന്നും പറഞ്ഞ് അയാള് കോള് കട്ട് ചെയ്യുന്നു. ഇത് കേൾക്കുന്ന നന്ദിനി ആകെ തകർന്നു നിൽക്കുകയാണ്. തുടർന്ന് സാവിത്രിയോടും മീനാക്ഷിയോടും ഈ കാര്യം നന്ദിനി പറയുമ്പോൾ അവരും കരയുകയാണ്. പെട്ടെന്ന് മാലതി രാജലക്ഷ്മി അമ്മയുടെയും കൈമളുടെയും ഫോണിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിൽ രണ്ട് ഫോണും സ്വിച്ച് ഓഫ് ആയിരുന്നു. മാലതി, നീ പെട്ടെന്ന് ജഗദീഷിനെ വിളിച്ച് കാര്യം പറ. അങ്ങനെ മാലതി ജഗദീഷിനെ വിളിക്കുകയാണ്. ഇതെല്ലാം കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് മൈഥിലി. തുടർന്ന് വൈശാഖ് മൈഥിലിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഇപ്പൊ തന്നെ ചെമ്പകമംഗലത്തേക്ക് ഇന്ദ്രജയുടെ ആളുകളെത്തും, ബാക്കിയെല്ലാം അവർ നോക്കിക്കോളുമെന്നും വൈശാഖ് പറയുമ്പോൾ ഇത് കേൾക്കുന്ന മൈഥിലിക്ക് സന്തോഷമാകുന്നു. പിന്നീട് കാണിക്കുന്നത് റോഡരികിൽ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സാവിത്രിയും നന്ദിനിയും ഒക്കെയാണ്. അവരെ ഒറ്റയ്ക്ക് വിടാൻ പാടില്ലായിരുന്നു, നമ്മൾ ആരെങ്കിലും കൂടെ ചെല്ലണമായിരുന്നു എന്ന് നന്ദിനി പറയുമ്പോൾ മാലതി പറയുകയാണ്, കാർത്തിയോ ജഗദീഷേട്ടനോ പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് ചെന്നാൽ മതിയെന്നല്ലേ അവർ പറഞ്ഞത്. എന്താണെങ്കിലും അവർക്കൊന്നും സംഭവിച്ചിട്ടുണ്ടാകില്ല, നിങ്ങൾ വിഷമിക്കാതിരിക്ക്. പിന്നീട് കാണിക്കുന്നത് ഇന്ദ്രജയുടെ ആളുകള് ചെമ്പകമംഗലത്ത് എത്തിയിരിക്കുന്നതാണ്. മൈഥിലി അവർക്ക് വാളെടുത്ത് നൽകുകയാണ്. നിങ്ങൾ പോകുന്നതിന് മുമ്പ് എന്നെ ഒന്ന് കെട്ടിയിട്ടിട്ട് പോകണം, ആർക്കും സംശയം തോന്നരുതല്ലോ എന്ന് മൈഥിലി പറയുമ്പോൾ മൈഥിലിയെ കെട്ടിയിട്ട് അവര് അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ജയറാമിനെയും കാർത്തികയുമാണ്. അയാള് സെന്റ് മേരീസ് ഹോസ്പിറ്റൽ എന്നല്ലേ പറഞ്ഞത്. ഞങ്ങൾ അവിടെ ചെന്ന് അന്വേഷിച്ചു, ഈ പേരിലുള്ള രണ്ടുപേര് അവിടെ ഇല്ലെന്നാ അവര് പറയുന്നത്. നന്ദിനി, നേരത്തെ വിളിച്ച ആളുടെ ഫോണിലേക്ക് ഒന്ന് വിളിച്ചു നോക്കാൻ ജയറാമൻ പറയുമ്പോൾ നന്ദിനി വിളിക്കുന്നുണ്ടെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അതേസമയം ജയറാമിന്റെ ഫോണിലേക്ക് കൈമളി വിളിക്കുകയാണ്. മോനെ, അമ്പലത്തിലായിരുന്നു, അതുകൊണ്ടാ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തത്. നിങ്ങൾക്കാർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് കൈമളി ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ ആരെങ്കിലും അങ്ങോട്ടേക്ക് വരണോ എന്ന് ജയറാമൻ ചോദിക്കുമ്പോൾ വേണ്ടെന്നും ഞങ്ങൾ ഇപ്പൊ തന്നെ ഇവിടുന്ന് തിരിക്കുമെന്നും കൈമളി പറയുന്നു. കോള് കട്ട് ചെയ്തതിന് ശേഷം അവർക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് ജയറാമൻ പറയുമ്പോൾ ഇതില് എന്തോ പന്തികേടുണ്ടല്ലോ എന്ന് കാർത്തി പറയുന്നു. അങ്ങനെ എല്ലാവരും പെട്ടെന്ന് തന്നെ ചെമ്പകമംഗലത്തേക്ക് എത്തുകയാണ്. കെട്ടിയിട്ട നിലയിൽ കാണുന്ന മൈഥിലിയെ കണ്ടുകൊണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് ജയറാമനും കാർത്തിയും. അതേസമയം എല്ലാവരും അകത്തേക്ക് വരുന്നു. എന്താ ഉണ്ടായതെന്ന് കാർത്തി മൈഥിലിയോട് ചോദിക്കുമ്പോൾ മൈഥിലി പറയുകയാണ്, രണ്ട് ഗുണ്ടകള് ഇങ്ങോട്ടേക്ക് പാഞ്ഞു വന്നു. ഉടവാൾ എവിടെയെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. എനിക്കറിയില്ലെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അവര് ഈ വീടെല്ലാം തിരഞ്ഞിട്ട് ഒരു പെട്ടിയും കൊണ്ട് ഇവിടെ നിന്ന് പോയി. ഇത് കേൾക്കുന്ന എല്ലാവരും ഞെട്ടലോടെ നിൽക്കുകയാണ്. ഈ മീനാക്ഷിയുടെ കയ്യിൽ അത് കൊടുത്തപ്പോഴേ ഞാൻ കരുതിയതാ വാളിന്റെ കാര്യം പോക്കാണെന്ന്. എന്റെ കൊച്ചെ, നിനക്കത് സൂക്ഷിച്ചു വെക്കാൻ പോലും കഴിഞ്ഞില്ലേ എന്ന് സാവിത്രിയും ചോദിക്കുന്നു. എന്റെ മീനാക്ഷി, നിലവറയിൽ വെക്കേണ്ട വാള് നീ എന്തിനാ അശ്രദ്ധമായി അലമാരയിൽ വെച്ചതെന്ന് കാർത്തിയും ചോദിക്കുന്നു. കാർത്തി, നീ പെട്ടെന്ന് തന്നെ എല്ലാ സ്റ്റേഷനിലും വിളിച്ച് വിവരം അറിയിക്കാൻ സാവിത്രി പറയുന്നു. തുടർന്ന് വിഷമത്തോടെ നിൽക്കുന്ന മീനാക്ഷിയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.